മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മചര്യവ്രതീ ദണ്ഡീ സർവവേദാന്ത പണ്ഡിത ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ. പരമപൂജ്യ സ്വാമിജി തിരുവടികളുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാർക്കും മാതാജിമാർക്കും ഭക്തജനങ്ങൾക്കും പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടും ശ്രീമദ് ഭാഗവതത്തിലെ സപ്തമസ്കന്ധത്തിലെ 1-2 അധ്യായങ്ങളെ ഒന്ന് ഓർക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും ഞാനിവിടെ തുടങ്ങുന്നത് ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ്. പണ്ഡിതശ്രേഷ്ഠന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരുമെല്ലാം അലങ്കരിക്കുന്ന ഈ വേദിയിൽ ഇരിക്കാൻ എനിക്ക് യാതൊരു അർഹതയുമില്ല. പക്ഷേ സ്വാമിജിയുടെ വാത്സല്യപൂർവമായ എഴുത്ത് കിട്ടുമ്പോൾ വരില്ല എന്ന് പറയാനുള്ള അഹംഭാവമില്ല. അതുകൊണ്ട് മാത്രം വരികയാണ്. തെറ്റുകൾ വല്ലതുമുണ്ടെങ്കിൽ എല്ലാവരും പുറത്തു മാപ്പ് തരണമെന്നുള്ള മുൻകൂർ ജാമ്യത്തോടെ ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. വളരെ ആനുകാലിക പ്രസക്തിയുള്ള വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. ഭാരതീയ സംസ്കൃതിയുടെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഘടകമാണ് വർണ്ണാശ്രമധർമ്മങ്ങൾ. ഇന്ന് അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കാരണം പലതരത്തിലുമുള്ള തെറ്റിദ്ധാരണകളും തെറ്റായിട്ടുള്ള ഇൻ്റർപ്രിറ്റേഷൻസുമൊക്കെ കൊടുത്ത് നമ്മൾ അതിനെ ഇന്നിപ്പോൾ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ അഴുക്കുമാലിന്യങ്ങളുടെ കൂമ്പാരം, അതേമാതിരിയുള്ള ഒരു കൂമ്പാരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള അപൂർവം ചില സന്ദർഭങ്ങളിൽ പലരും ഒത്തുചേർന്നിരിക്കുന്ന ഈ അവസരത്തിൽ വളരെ ധാരാളം പേര് നമ്മളെല്ലാവരും തുറന്ന മനസ്സോടെ ഭാഗവത തത്വസമീക്ഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ ആ മാലിന്യങ്ങളെ ഒന്ന് നീക്കിക്കളയാനും ഇത്രയും പുരാതനവും ഉദാത്തവും ഉജ്ജ്വലവുമായൊരു സംസ്കൃതിയിൽ ഇങ്ങനെ ഒരു തെറ്റ് വരാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. നമ്മുടെ മഹർഷിമാർ സ്വാമിജി നമുക്ക് എത്രയോ പ്രാവശ്യം പറഞ്ഞു തരുന്നു നമ്മുടെ പൈതൃകത്തിനെ പറ്റിയിട്ട്. ഇങ്ങനെ ഒരു ആർക്കും വേണ്ടാത്തതായിട്ടുള്ളൊരു കാര്യം അവരതിൽ കൊണ്ടു ചേർക്കുമോ? മാത്രമല്ല സഹസ്രാബ്ദങ്ങളായിട്ടത് നിലനിന്നുകൊണ്ട് വരുന്നു. അപ്പോൾ നമ്മുടെ അറിവില്ലായ്മ തന്നെയായിരിക്കണം അതിനെ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾക്ക് ഇടമാക്കിയിരിക്കുന്നത്. വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഉടനെ തോന്നും, ഓ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർ, ശൂദ്രന്മാർക്കും താഴെ നിൽക്കുന്നവർ, അവർ ഭഗവാന്റെ കാൽഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു, ചിലർ തലഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു, അവർക്ക് സമുദായത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളുണ്ട്, നമുക്കതിനുള്ള സ്ഥാനങ്ങളില്ല, നമുക്കതിനു വേണ്ടി യുദ്ധം ചെയ്യണം, പടവെട്ടണം, നമുക്ക് സ്ഥാനമാനങ്ങൾ ലഭ്യമാകണം എന്നൊക്കെയുള്ള വിചാരങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ നമ്മൾ കാണുവരുന്നത്. ആർക്കും ഇഷ്ടം തന്നെയില്ല. ഏത് വർണ്ണത്തിലും ചോദിക്കാൻ തന്നെ വയ്യ. നമ്മൾ പേര് ചോദിക്കാമെന്നല്ലാതെ അതിനപ്പുറം നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അത് കേസാവും. അങ്ങനെയുള്ള സ്ഥിതിയിലാണ് നമ്മളിരിക്കുന്നത്. കേസ് കൊടുക്കാം. നിങ്ങളൊരാളെ അയാളുടെ ജാതിയെ പറ്റിയോ എന്തെങ്കിലും ചോദിച്ചു, അല്ലെങ്കിൽ അതെങ്ങാനും നമ്മൾ വർത്തമാനം പറയുന്നിടത്തോ എങ്ങാനും ഉപയോഗിച്ചു പോയി എന്ന് വെച്ചാൽ ചിലപ്പോൾ കോടതി കയറേണ്ടി വരും എന്നുള്ള സ്ഥിതിയിലാണ്. അപ്പോൾ വാസ്തവത്തിൽ നമുക്ക് അത്ഭുതം തോന്നും.
ഇത്രയും മഹത്തായിട്ടുള്ളൊരു സംസ്കൃതിയിലെ ഒരു പുഴുക്കുത്ത് മാതിരി ഒരു കറുത്ത പാടായിട്ട് ഈ വർണ്ണാശ്രമധർമ്മങ്ങളെ കൊണ്ടുവച്ചിരിക്കുന്നു. എവിടെയോ തീർച്ചയായിട്ടും തെറ്റുപറ്റിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് സംശയം വരുന്ന സമയങ്ങളിലെല്ലാം ചിലപ്പോൾ ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ മാത്രം വായിച്ചു നോക്കിയാൽ വേണ്ടത്ര വെളിച്ചം കിട്ടില്ല എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ എനിക്ക് ഒരു എൻസൈക്ലോപീഡിയ ഉണ്ട്. ആ എൻസൈക്ലോപീഡിയയുടെ പേരാണ് വിവേകാനന്ദ സാഹിത്യം. അപ്പം ഞാൻ ഉടനെ വിവേകാനന്ദ സാഹിത്യത്തിലേക്ക് എടുത്ത് അതിൻ്റെ പേജുകൾ മറിച്ചു നോക്കും. എന്താണെന്ന് വെച്ചാൽ പല ദിക്കിലും സ്വാമിജി എടുത്തെടുത്ത് പറയുന്നുണ്ട്, ലോകത്തിലെ ഇത്രയും മഹത്തായിരിക്കുന്ന ഒരു സാമൂഹ്യ നീതിയെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇത്രയും ആലോചനാപൂർവം യുക്തിപൂർവം എല്ലാവർക്കും നന്മ വരുന്നതായിട്ടുള്ള ഒരു പദ്ധതി ലോകത്തിലെ എവിടെയും ഇല്ല. വിവേകാനന്ദ സ്വാമി അമേരിക്കയിൽ ഇരിക്കുന്ന സമയത്ത് പറയും, ഇതില്ലാതെ നിങ്ങൾക്കാർക്കും ജീവിക്കാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങളിവിടെ ഒരാളുടെ മഹത്വം കൽപ്പിക്കുന്നത് ഡോളറുകളിൽ അവരെത്ര മുന്നോട്ട് നിൽക്കുന്നതാണോ, നിങ്ങൾ മില്യണറാണോ ബില്യണറാണോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ ഒരാളുടെ സവിശേഷത കൽപ്പിക്കുന്നത്. ഞങ്ങൾ അതിന് പകരം അയാളുടെ ബുദ്ധിശക്തിയും അയാളുടെ ആധ്യാത്മിക ശക്തിയും നോക്കിയിട്ടാണ് ഞങ്ങൾ വില കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ മറിച്ച് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല എന്ന് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഇതിൻ്റെ പശ്ചാത്തലം എന്തായിരിക്കണം. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി, സ്വാമിജി ഇവിടെ പല പ്രാവശ്യവും നമുക്ക് എടുത്ത് കാണിച്ചു തരുന്നുണ്ട്, സത്യം പരം ധീമഹി. ആ സത്യത്തിന് ജീവിതത്തിലുള്ള സ്ഥാനം, ധർമ്മത്തിന് ജീവിതത്തിലുള്ള സ്ഥാനം, സത്യധർമാദികളെ അവലംബിച്ച് മനുഷ്യൻ എങ്ങനെ തൻ്റെ പരിണാമ പ്രവണതകളെ, സ്വാമിജിയുടെ മനോഹരമായിട്ടുള്ള ആ ഉൾക്കാഴ്ച, പരിണാമത്തിനുള്ള ഉൾക്കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലേഖനങ്ങൾ നിങ്ങൾ വായിക്കുന്നുണ്ടാവും. വിചാരസേതുവിലും മറ്റും വരുന്നത് മനോഹരമായിട്ടുള്ള, നമുക്ക് നേടേണ്ടതായിട്ടുള്ളത് നമ്മുടെ ഉള്ളിൽ എങ്ങനെ നമ്മളുടെ ഉള്ളിലുള്ള മാനസിക ബൗദ്ധിക വിചാരവികാരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ പടിപടിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതായിരുന്നു ഭാരതത്തിൻ്റെ സങ്കല്പം. നമ്മളെല്ലാവരുടെ ഉള്ളിലും, വിവേകാനന്ദ സ്വാമിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഓരോ ആത്മാവിലും ദിവ്യത്വം നിലീനമായിട്ടുണ്ട്. ഈച്ച് സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മഹത്തായിരിക്കുന്ന വിവേകാനന്ദ സാഹിത്യത്തിലേക്കുള്ള വലിയ ഒരു ഗേറ്റ് വേ എന്ന് പറയാം. ഈച്ച് സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ, അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ നമ്മൾ കേട്ട മാതിരി അങ്ങനെയുള്ള ഒരു ഗേറ്റ് വേ ആണ് ടു വിവേകാനന്ദ ലിറ്ററേച്ചർ. ഈച്ച് സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ എന്ന് പറയുന്ന മാതിരി. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ ഉള്ളിലും ആ ആത്മസത്ത നിറഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള സങ്കല്പം, അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ആ സത്യത്തിനെ ജീവിതത്തിൽ ആവിഷ്കരിക്കുക. അപ്പം എങ്ങനെ ആവിഷ്കരിക്കാൻ സാധിക്കും? ആന്തരികവും ബാഹ്യവുമായുള്ള പ്രകൃതിയെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് ഈ ഉള്ളിലിരിക്കുന്നതായ ഈ ആത്മസത്തയെ ബഹിരാവിഷ്കരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബഹിരാവിഷ്കരിക്കുന്നത്? അവിടെയാണ് നിന്റെ വ്യക്തിത്വ നിർമ്മാണം തുടങ്ങുന്നത്. എത്രത്തോളം നമുക്ക് ഈ ഉള്ളിലുള്ള വെളിച്ചത്തിനെ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും കൊണ്ടുവരുവാൻ സാധിക്കുമോ അത്രത്തോളം നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നു. നമ്മുടെ ചുറ്റുപാടുമുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ, ഇന്റർ റിലേഷൻഷിപ്സ്, അതിനെ നമുക്ക് ശുദ്ധമാക്കാനും സാത്വികമാക്കാനും സാധിക്കും. അതിന് നമ്മൾ ശ്രമിക്കാൻ നോക്കുന്ന സമയത്ത് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും ഇതിനുള്ള കഴിവ് ഒരേ മാതിരിയല്ല എന്ന്. അവിടെയാണ് ആദ്യത്തെ ഒരു നിഗമനം തുടങ്ങുന്നത്.
ഈശ്വര സാക്ഷാത്കാരവും സത്യസാക്ഷാത്കാരവും ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് എടുക്കുന്ന സമയത്ത് അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ എല്ലാവർക്കും ഒരേമാതിരി നീങ്ങാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ പോകുന്ന സമയത്ത് ഏത് വിഷയം വേണം, ചിലർക്ക് മാത്സിനോടായിരിക്കും ഇഷ്ടം, ചിലർക്ക് ബയോളജി ആയിരിക്കും, ചിലർക്ക് ഹിസ്റ്ററി ആയിരിക്കും. ഇപ്പോൾ പണ്ട് ആർക്കും വേണ്ടാത്ത ഒരു വിഷയമായിരുന്നു കോമേഴ്സ്. ഒന്നിനും കൊള്ളാത്തവരെയാണ് കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കാണാറ്. ഇപ്പം എല്ലാവർക്കും കോമേഴ്സേ വേണ്ടൂ. എന്താ വെച്ചാൽ കോമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ, ലൗകിക ജീവിതത്തിൽ MBA BBA എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്ന കാരണം എല്ലാവർക്കും ഇപ്പോൾ കോമേഴ്സിനോടാണ് പ്രതിപത്തി. സയൻസ് ഒന്നും പഠിക്കാനും ബാക്കിയുള്ളത് സാഹിത്യത്തിന് അതിനൊന്നും ആർക്കും ഒരു ശ്രദ്ധയില്ല. കോമേഴ്സ് പഠിച്ച് എങ്ങനെയെങ്കിലും കുറച്ച് കമ്പ്യൂട്ടറിനെ സാപ്പിട്ട് ഒരു MBA BBA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 15,000 12,000 25,000 ഒക്കെ ശമ്പളം കിട്ടും. അത് സുഖമേ സുഖം. അപ്പോൾ ഒരു ലക്ഷ്യബോധത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ ഒരു ജീവിത പദ്ധതിയെ എടുക്കാൻ തയ്യാറാണ്. അന്നത്തെ കാലത്ത് എന്ന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ആദ്യമായി തൻ്റെ നീണ്ടു നിവർന്ന് നിന്ന് തൻ്റെ ജീവിതോദ്ദേശത്തിനെ പറ്റി ചിന്തിക്കാനും തൻ്റെ ഉള്ളിലുള്ള ഈശ്വരീയ സങ്കല്പങ്ങളെ അറിയാനും തുടങ്ങിയപ്പോൾ അവന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഈശ്വരീയതയെ സ്വന്തമാക്കണം, അതിനനുസരിച്ചിട്ട് എൻ്റെ ജീവിതത്തിനെ അതിനെ നമുക്ക് വേണ്ട മാതിരി പകർത്തി എടുക്കണം, അവിടെയാണ് എൻ്റെ പരിണാമം ഇരിക്കുന്നത് എന്നായിരുന്നു അവൻ്റെ ബോധം. അപ്പോൾ സത്യത്തിനും ധർമ്മത്തിനും സ്വജീവിതത്തിൽ പുഷ്ടിപ്പെടുത്തി ജീവിത ലക്ഷ്യമാകുന്ന സത്യസാക്ഷാത്കാരത്തിലേക്ക് മുന്നേറുന്നത് എങ്ങനെ എന്ന ചിന്ത മാത്രമാണ് അന്ന് അവർക്കുണ്ടായിരുന്നത്. അത് മതമായാലും വിദ്യാഭ്യാസമായാലും വർണ്ണാശ്രമധർമ്മങ്ങൾ ഏതിൽ കൂടി പോയാലും എങ്ങനെ മുന്നേറാം, പരിണാമ ഉന്നതി എങ്ങനെ ലഭിക്കും എന്ന് മാത്രമേ അവൻ്റെ മനസ്സിൽ സങ്കല്പമുണ്ടായിരുന്നുള്ളൂ. പടിപടിയായി മുന്നേറി മാനവ ജീവിതത്തിൽ നിലീനമായിട്ടുള്ള ഈശ്വരീയതയെ ഉണർത്തി എടുക്കുക. ഉത്തിഷ്ഠത ജാഗ്രത, എറൈസ് അവേക്ക്, സ്റ്റോപ്പ് നോട്ട് ടിൽ ദി ഗോൾ ഈസ് റീച്ച്ഡ്. അതിനെ ഉണർത്തി എടുക്കുക, അതിനെ സത്വരജസ്തമോ ഗുണങ്ങളെ വേണ്ട മാത്രയിൽ വേണ്ടയിടത്ത് ജീവിത യന്ത്രവുമായി ഘടിപ്പിച്ച് സ്വതന്ത്രമായൊരു പ്രവർത്തന ശൈലി ആവിഷ്കരിച്ചെടുക്കുക. ആ പ്രവർത്തനത്തെ തന്നെ ഈശ്വര ആരാധനയാക്കി മാറ്റി ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും നൽകുക. ഇത്രയുമാണ് വർണ്ണാശ്രമത്തിൻ്റെ പിന്നിലുള്ള പ്രധാനമായിട്ടുള്ള സങ്കല്പങ്ങൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് സത്വരജസ്തമോ ഗുണങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണല്ലോ നമ്മുടെ എല്ലാവരുടെയും സ്വഭാവത്തിൽ വരുന്നതായിട്ടുള്ള മാറ്റങ്ങളെല്ലാം അതിനെ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും ഒരു വഴിയിൽ കൂടി പോകാമെന്ന് നമുക്ക് പറ്റില്ല. അത് മാത്രമല്ല, 4 മാർഗങ്ങളും കൂടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനനുസരിച്ച് കർമ്മയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, രാജയോഗം, ജ്ഞാനയോഗം. ഈ 4 വഴിയല്ലാതെ ഇനിയൊരു കമ്പ്യൂട്ടർ യോഗം എന്നിട്ട് പറഞ്ഞുകൊണ്ട് സത്യസാക്ഷാത്കാരത്തിന് സാധിക്കുമോ? സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം 5ാമതൊരു വഴിയുമില്ല നമുക്ക്. ഈ 4 വഴികളുണ്ട്. ആ 4 വഴികളെ വേണമെങ്കിൽ ചീട്ട് കശക്കണ മാതിരി കുറച്ച് കർമ്മയോഗം, കുറച്ച് ഭക്തിയോഗം, രാവിലെ എണീക്കുമ്പോൾ കർമ്മയോഗം, കുറച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഭക്തിയോഗം, അത് കഴിഞ്ഞ് വെച്ചാൽ കുറച്ച് രാജയോഗം, അത് കഴിഞ്ഞാൽ കുറച്ച് ജ്ഞാനയോഗം, രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് നല്ലോണം ഒരു ധ്യാനയോഗം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി മറിച്ചും എടുക്കാമെന്നല്ലാതെ അതിനെ ഒന്നും ഒഴിച്ചു മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ സത്വരജസ് തമസിനെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുകയില്ല. നമ്മുടെ മുമ്പിലുള്ള ഈ വഴികളെ എന്നൊരു പുതിയ വഴി കണ്ടെത്താം എന്ന് വിചാരിച്ചാലും അതും സാധ്യമല്ല. അപ്പോൾ ഈ ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വേണം മനുഷ്യന് അവൻ്റെ പരിണാമഗതിയെ പഠിക്കാനും നിയന്ത്രിക്കാനുമുള്ള. അപ്പോൾ വിവേകാനന്ദ സ്വാമിയുടെ ഈ വർണ്ണാശ്രമത്തെ പറ്റി പറയുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള ഒരു ആശയം അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൽ കാണുകയുണ്ടായി. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒരു സങ്കല്പം അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു സങ്കല്പമായിട്ട് പറയാണ്.
അതിവിശാലങ്ങളായ നദീനദങ്ങൾ നിറഞ്ഞ് ഉഷ്ണപ്രധാനമായ ഒരു സമതല വിഭാഗമാണ് ആര്യസംസ്കാരം. ആര്യസംസ്കാരം നെയ്ത് എടുക്കാനുണ്ടായ തറി. ആര്യസംസ്കാരത്തിൻ്റെ ഉറവിടം ഭാരതമാണ് എന്നുള്ള ആ നിൽപ്പിൽ നിന്നുകൊണ്ടാണ്. അപ്പം ഈ ആര്യസംസ്കാരം ഇന്ന് നമ്മൾ കാണുന്നതായിട്ടുള്ള മനോഹരമായ ഭാരതീയ സനാതനധർമ്മ സംസ്കാരം, അതിനുള്ള തറി എന്തായിരുന്നു? നല്ല പലതരത്തിലുള്ള വൈവിധ്യമാർന്ന കാലാവസ്ഥകൾ, വൈവിധ്യമാർന്ന ജനസമൂഹങ്ങൾ, അങ്ങനെയുള്ള ആ ഒരു തറിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സുസഭ്യരും സഭ്യരും അസഭ്യരുമായ പ്രാധാന്യേന ആര്യന്മാരുമായ ജനങ്ങളാണ് ഈ വസ്ത്രത്തിൻ്റെ പരുത്തി. അപ്പോൾ തറിയായി പരുത്തിയുമായി ആ സംസ്കാരം പടുത്തെടുക്കാനുള്ള ആ പടിപടിയായിട്ടുള്ള ആ പ്രയത്നത്തിൻ്റെ ആരാ പ്രയത്നിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ വളരെ വളരെ ദിവ്യ ശക്തിയുള്ളതായിട്ടുള്ള ആ മഹർഷി വര്യന്മാർ. ഇങ്ങനെ നല്ലതായിട്ടുള്ള ഭൂതലം, കുറേ നല്ലതായിട്ടുള്ള ആൾക്കാർ, അവരിൽ ചിലർക്ക് നല്ല കഴിവുണ്ട്, ചിലർക്ക് അത്ര തന്നെ കഴിവില്ല, ചിലർക്ക് തീരെ കഴിവില്ല. അങ്ങനെ ഇരിക്കുന്ന ഈ പരുത്തിയെ എടുത്തുകൊണ്ട് വസ്ത്രം നെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം അതിൻ്റെ പാവ് പ്രകൃതിയിലെ ദ്വന്ദ്വ വിജയവും മത്സര പരിഹാരവുമാണ് അതിൻ്റെ ഈട്. വർണ്ണാശ്രമാചാരമാണ് അതിൻ്റെ പാവ്, പ്രകൃതിയിലെ ദ്വന്ദ്വ വിജയവും മത്സര പരിഹാരവുമാണ് അതിൻ്റെ ഈട്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭാരതീയ സംസ്കൃതി പടുത്ത് എടുത്തിട്ടുള്ളത്. വർണ്ണാശ്രമധർമ്മങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർക്കെല്ലാം വേണ്ട മാതിരി പലതരത്തിലുള്ള കഴിവുകളെ ഉപയോഗപ്പെടുത്തി ഒരിക്കലും ഒരുത്തർക്ക് തോന്നിയെന്നില്ല എൻ്റെ ജോലി നികൃഷ്ടമായിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്തു കളയാം, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് കയറാൻ പറ്റിയില്ല എന്നാൽ ആത്മഹത്യ ചെയ്തു കളയാം, ഒന്നും തോന്നിയിട്ടില്ല. എന്താന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു അംഗീകാരമാണ് എല്ലാ തരത്തിലുമുള്ള പ്രയത്നം ചെയ്യുന്നവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ അങ്ങനെ ഓരോരുത്തരെയും അവർ നിൽക്കുന്ന നിലയിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ മനോഹരമായിരിക്കുന്ന ആര്യ സംസ്കാരത്തിന് അവര് രൂപം കൊടുക്കുകയുണ്ടായി. അതേ സമയത്ത് ഇതിനെ നമ്മൾ പാശ്ചാത്യ സംസ്കൃതിയുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കാണാം, തങ്ങൾക്ക് പാർക്കാൻ വേണ്ടി ബാക്കി സകലരെയും നശിപ്പിക്കുകയാണ് യൂറോപ്യന്മാരുടെ ലക്ഷ്യം. യൂറോപ്പിൽ വെച്ചിട്ട് തന്നെ അമേരിക്കക്കാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. അവിടുത്തെ സഭ്യരായിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് പറയുന്നത്, തങ്ങൾക്ക് പാർക്കാൻ വേണ്ടി ബാക്കി സകലരെയും നശിപ്പിക്കുക, അതാണ് യൂറോപ്യന്മാരുടെ ലക്ഷ്യം. നമുക്കറിയാം, അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള റെഡ് ഇന്ത്യൻസിനെ നശിപ്പിച്ചതും ഓസ്ട്രേലിയ കീഴടക്കിയപ്പോൾ അവിടെയുള്ളവരെ നശിപ്പിച്ചതും അവർക്ക് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ യാതൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. നമുക്കൊപ്പം പോരാ, നമ്മേക്കാൾ ഒരു പടി കൂടി മേലെ സകലരെയും എത്തിക്കണമെന്നാണ് ആര്യന്മാരുടെ ആഗ്രഹം. അവിടെ നശിപ്പിക്കാനായിരുന്നു ആഗ്രഹം, ഇവിടെ അതല്ല. എല്ലാവർക്കും കൈകോർത്ത് പിടിച്ച് അവരെയും കൂടിയും ഉയർത്തണം എന്നുള്ളതായിരുന്നു ഇവിടെയുള്ള ആര്യന്മാരുടെ ആഗ്രഹം. യൂറോപ്യൻ്റെ പരിഷ്കരണോപകരണം വാൾത്തല, ആര്യൻ്റെ ഉപായം വർണ്ണവിഭാഗം. അപ്പം അതെങ്ങനെ സാധിച്ചു? അവിടെ നല്ല വാളെടുത്ത് വെച്ച്, ഞാൻ പറഞ്ഞത് നിനക്ക് കേട്ടില്ല, എൻ്റെ ഈശ്വരനെ നീ ആരാധിക്കുന്നില്ലെങ്കിൽ പൊക്കോളൂ, ജീവിതം ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ഞങ്ങളുടെ സ്ഥലം വേണം, നിങ്ങളൊക്കെ പിൻഭാഗത്തേക്ക് പൊക്കോളൂ. ഇങ്ങനെ എത്ര പേരെ നമുക്കും അറിയാം ഭാരതത്തിൽ സംഭവിച്ചത് എന്താണെന്നൊക്കെ. അങ്ങനെ കാട് വെട്ടി നശിപ്പിച്ച് എങ്ങനെയാണോ ഒരു പുതിയ പട്ടണമോ ഗ്രാമമോ ഉണ്ടാക്കിയെടുക്കുന്നത്, അതേമാതിരി അവർ ചെന്നിറങ്ങിയ ദിക്കില് അവിടെ കാണുന്നവര് അവരുമായിട്ട് യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ നശിപ്പിച്ച് കളയലായിരുന്നു യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ കോൺട്രിബ്യൂഷനും. എന്നാൽ ആര്യന്മാർ കണ്ടുപിടിച്ച അവരുടെ ആ ജീനിയസ്, അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറയുന്നത്, അവരുടെ ആ ജീനിയസ് അവരെ ഒരാളെയും നശിപ്പിക്കാൻ നിന്നില്ല എന്ന് മാത്രമല്ല, വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും താരതമ്യമനുസരിച്ച് നാഗരികതയിലേക്കുള്ള സോപാനമാണ് വർണ്ണവിഭാഗം. ഓഹോ, നിങ്ങൾക്ക് കർമ്മം ചെയ്യാനേ അറിയുള്ളൂ, സാരില്ല, ചെറിയ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച്
കർമ്മത്തിനെ നമുക്ക് കർമ്മയോഗമാക്കി മാറ്റാം. നിങ്ങൾക്ക് വികാരാധീനനാകാനാണോ? ഓ ശരി, നമുക്കതിനെ ഭക്തിയായിട്ട് മാറ്റാം. നിങ്ങൾക്ക് നല്ല മസിൽസ് ഡെവലപ്പ് ചെയ്യുക, അത് ചെയ്യാണ്. ശരി, നമുക്കതിനെ രാജയോഗമാക്കിയിട്ട് മാറ്റാം. നിങ്ങൾക്ക് ധാരാളം അറിവ് സമ്പാദിക്കാൻ, ഓ ആയിക്കോട്ടെ, ആ അറിവിൽ കൂടി നാനാത്വത്തിൽ നിൽക്കുന്ന ഏകത്വത്തിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ഒരു സമുദായത്തിൻ്റെ എല്ലാ തലങ്ങളിലും വരുന്നവരെ സാന്ത്വന വാക്കുകളിൽ കൂടി പരിശീലിപ്പിച്ച് മുന്നോട്ട് ഏറ്റുപിടിക്കുകയായിരുന്നു ആര്യ ബുദ്ധിയിൽ അവർക്കുണ്ടായിരുന്നത്. എൻ്റെ എൻസൈക്ലോപീഡിയയിൽ നിന്ന് കിട്ടിയ കുറച്ച് ആശയങ്ങൾ മാത്രമാണ് ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന് അവസരം തന്ന സംപൂജ്യ സ്വാമിജിക്കും എല്ലാവർക്കും എൻ്റെ ശതകോടി പ്രണാമങ്ങൾ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്.